എല്ലാവർക്കും മാതാവിൻ്റെ പേരിൽ നമസ്കാരം. ഞാൻ അഭിലാഷ് മോഹൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ്. സൗദിയിലൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ ഒരു വർഷം മുമ്പ്, അപ്പോൾ ഇപ്പോൾ അവധിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ അവിടെ റെസ്റ്റോറൻറ്റ് സൈഡിൽ അവിടുത്തെ ആർമിയുടെ ഒരു വണ്ടി വന്നായിരുന്നു. അപ്പോൾ ആ ആർമിയുടെ ഒരു വണ്ടി അത് വന്നിട്ട് ആ വണ്ടിയുടെ ഒരു കൗതുകം തോന്നി ഞാനൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത് അവർ കാണുകയും ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടുന്ന് പോലീസ് വന്ന് എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പം ആരോടൊന്നും പറയാനോ എടുക്കാനോ ഒന്നും അവർ സമ്മതിച്ചില്ല. ഫോൺ വാങ്ങി വെച്ചു. എന്നെ അവർ അന്നേരം തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി അവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടുത്തെ പോലല്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് വൈകിട്ട് അവിടുത്തെ ഏകദേശം ഒരു 7 മണി സമയത്താണ് എൻ്റെ മാനേജർ ഇതറിഞ്ഞിട്ട് അവിടെ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ അടുത്ത് വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, ദൂരമാണ് സ്ഥലം, പോലീസ് സ്റ്റേഷന് ദൂരമാണ്. പുള്ളി അറിഞ്ഞു വന്ന് അന്നേരമാണ് എനിക്കൊന്ന് ഫോൺ തരുകയും പുള്ളി അമ്മയോട് സംസാരിക്കാൻ എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. ഞാനപ്പം ആകെ വിഷമിച്ചു പോയി. കാരണം നമ്മുടെ കൂട്ടുള്ള ജയിലോ കാര്യങ്ങളൊന്നുമില്ല, ഒരു അടച്ച മുറിയാണ്, വേറെ 2-3 പേര് കിടപ്പുണ്ട് അതിൽ, ഭാഷ അറിയില്ല. ആഹാരം തന്നു, ആഹാരവും കിട്ടും, വെള്ളവും കിട്ടും. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ അപ്പം അതിനു മുമ്പേ നമ്മുടെ മാതാവിനെ കാണാൻ വരുന്നുണ്ടെന്നും പള്ളിയിൽ വരുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അമ്മയോട് കരഞ്ഞ് കാര്യം പറഞ്ഞു. അമ്മ, എനിക്ക് തോന്നുന്നു അമ്മ മാതാവിനോട് അമ്മ പറഞ്ഞു, മേഡം മാതാവ് നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഒരു ദിവസം ഫോൺ കിട്ടി, ഒരു 10 മിനിറ്റ് സംസാരിച്ച് അടുത്ത ദിവസം അവരുടെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എന്നെ അതേ ജയിലിൽ തന്നെ കൊണ്ടിട്ട് ഞാനൊരു 8 ദിവസം അതിനുള്ളിൽ കടന്ന് പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് അമ്മയോട് വീട്ടിൽ സംസാരിച്ചപ്പോഴാണ് അമ്മ മാതാവാണ് നിന്നെ രക്ഷിച്ചത്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അമ്മ പള്ളി വന്നെന്ന് പറഞ്ഞായിരുന്നു എല്ലാ കാര്യവും. ബാക്കി കാര്യം അമ്മ പറയും. ഞാൻ ആ ഒരു കേസ് ഇപ്പോഴും കിടപ്പുണ്ടെന്നുള്ളൊരു പേടിയിൽ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. വന്നിട്ട് 4ാമത്തെ ദിവസമായി വന്നു. അടുത്ത ദിവസം തന്നെ ഞാനിവിടെ പള്ളിയിൽ വന്ന് അപ്പം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് നോക്കിയപ്പോൾ താമസിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വെളുപ്പിനെ ഇവിടെ വന്നു. പത്തനംതിട്ടയിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയ വെളുപ്പിനെ ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു. ഇനിയിപ്പോൾ ഞാൻ മാതാവിനൊരു ആശ്രിതനായിട്ട് 90 ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ മാതാവിനെ, ഒരു അമ്മ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് മാതാവിനെ. ഞാനും അതുപോലെ വിശ്വസിക്കുന്നു. ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ അമ്മ പറയും. ഹലോ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തന്ന ഈശോയ്ക്കും യേശുവിനും എൻ്റെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലീലാമണി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകനെ ഒന്നും അറിയാതെ തന്നെ ഒരു കേസിൽ അകപ്പെട്ടു. അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ രാവിലെ വെളുപ്പിനെ ഒന്നും അറിയാത്ത ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ മകൻ നിരപരാധിയാണ്, എൻ്റെ മകനെ ഉടനെ തന്നെ വിട്ടയക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. ആഹാരം കിട്ടും, വെള്ളം കിട്ടും. ഒരു ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ അവൻ്റെ പേരിൽ കുറ്റം ചുമത്തിയാണ് ജയിലിൽ അടച്ചത്. അങ്ങനെ പിന്നെ എന്തായാലും ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ മകനെ നിരപരാധിയാണെന്നറിഞ്ഞ് വിട്ടയച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മകനെ എങ്ങനെങ്കിലും മാതാവ് സംരക്ഷിച്ചു കൊള്ളണം. എൻ്റെ മകനോടും പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തു. മകൻ അമ്മയെ തന്നെ പ്രാർത്ഥിക്കൂ, യൂട്യൂബിനകത്ത് ഇതുപോലെ മൊബൈലിൽ കിട്ടും, മോൻ ആ സമയത്ത് അമ്മയെ പ്രാർത്ഥിച്ചാൽ മതി, ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ മകനെ ഉടനെ തന്നെ എനിക്ക് കിട്ടി. അവൻ അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുവരെ അവന് അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമോ ഇല്ല. അന്ന് മുതൽ ഞങ്ങൾക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. ഞാനൊരു ഹിന്ദുവായ സ്ത്രീയാണ്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ അമ്മയുടെ അമ്മ മാതാവ് എന്നാണ് പറയുന്നത്. വെളുപ്പാങ്കാലത്ത് 5:30 ആകുമ്പോൾ ഞാൻ എണ്ണീറ്റ് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാ കാര്യങ്ങളും അന്ന് മുതലേ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് 10 വർഷം കൊണ്ട് കാലിൻ്റെ മുട്ടിന് തേയ്മാനമായിരുന്നു. ഞാൻ എല്ലാ ആശുപത്രിയിലും ഓർത്തോയെ ആയുർവേദ ആശുപത്രികളെ എല്ലാം ഇറങ്ങി എനിക്ക് ഒരു ശമനം കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർമാർ അവസാനം പറഞ്ഞ് 4ാം സ്റ്റേജായി, 2 കാലിനും തേയ്മാനാണ്, ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കാല് ശരിയാവുകയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന മാതാവിൻ്റെ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും തൈലം തേക്കുകയും
എല്ലാം ചെയ്തതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ഒരു മരുന്ന് 2 വർഷം കൊണ്ടേ കഴിക്കുന്നതേ ഇല്ല, ഉടമ്പടി എടുത്തത്. പിന്നെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നല്ലതും ചെറുതുമായിട്ട് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ മക്കളും മരുമക്കളും എല്ലാം അമ്മയുടെ ഭക്തയാണ്. ഞങ്ങൾ അമ്മയുടെ കൂടെ മരണം വരെ അമ്മയുടെ കൂടെ ഞങ്ങൾ ജീവിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അമ്മ മാതാവ് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ ഓരോരോ നല്ല കാര്യങ്ങൾ ചെറുതും നമ്മൾ പോലും ഉദ്ദേശിക്കാതെയാണ് നമുക്കെല്ലാം മാതാവ് ചെയ്തു തരുന്നത്. എന്തെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ, ഒരു താക്കോല് കണ്ടില്ലെങ്കിലും കൊച്ചുമക്കൾ വരെ പറയും അമ്മ മാതാവിനോട് പറ അമ്മയുടെ താക്കോല് കിട്ടും. അന്നേരം തന്നെ എനിക്ക് ഇന്നടുത്ത് ഇരിക്കുന്നു എന്നൊരു ഓർമ്മ കിട്ടി. എല്ലാ കാര്യങ്ങളും മക്കൾക്കും മരുമക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും അമ്മ ഒരുപാട് ചെയ്തു തരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ജപമാല ചൊല്ലും. പിന്നെ ഈ ഉടമ്പടിയുടെ പുസ്തകം എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മരുമക്കളും മക്കളും കൊച്ചുമക്കൾ വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പിള്ളേർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർ പറയും അമ്മയെ തൈലം തൊട്ടൊന്ന് പ്രാർത്ഥിരമ്മേന്ന്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചുമക്കൾക്കും എല്ലാവർക്കും തൈലം തൊട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി അവർക്കെല്ലാം നല്ല പഠിത്തത്തിലായാലും, കൊച്ചുമകളാണ് ഒരു ഡാൻസുകാരി, അവൾക്കും നല്ല സ്കൂളിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ മേടിച്ച് കൂട്ടാനും എല്ലാം ഈ അമ്മയുടെ അടുത്ത് വന്നുള്ള അനുഗ്രഹങ്ങളാണ്. എൻ്റെ മൂത്ത മകനും സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇളയ മകനും അവിടെ തന്നെയാണ്. ഒരാശ്രയത്തിന് ഞങ്ങൾക്ക്, ഞാൻ ഒറ്റയ്ക്കാണ് ഈ പള്ളിയിൽ എന്നും വരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് 15 രൂപ പോയിൻ്റ് കഴിഞ്ഞ് എനിക്ക് പോകണം. ഇത് അങ്ങനെ ഉള്ളിടത്തുനിന്ന് ഞാൻ തന്നെ വന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ 7 മണിയാവും. ഹിന്ദുവാണേലും എനിക്ക് അമ്മ മാതാവിനെ യേശുവിനെ എന്നും, ഞാൻ യേശുവിനെ വരെ സ്വപ്നം കാണും. അമ്മ മാതാവ് ഒരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പം ഈ തിരിയിൽ തന്നെ ഉരുകി മാതാവിൻ്റെ രൂപത്തിൽ വന്നു. അതെല്ലാം എൻ്റെ അനുഗ്രഹം അല്ല, എൻ്റെ അമ്മയുടെ യേശുവിൻ്റെ അനുഗ്രഹം. ഇപ്പോഴാണേലും അന്ന് ഈ പള്ളിയിൽ കാല് കുത്തി അന്ന് മുതൽ എനിക്ക് വേണ്ടുന്ന അനുഗ്രഹം ഞാൻ ഉദ്ദേശിക്കാതെ തന്നെ 1000 10,000 കോടി അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തരുന്നത്. എല്ലാം ഞാനൊന്നും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ മാതാവിനോട് പറയാറില്ല. എൻ്റെ മക്കളുടെ കാര്യമോ എൻ്റെ വീട്ടുകാര്യമോ കൊച്ചുമക്കളുടെ കാര്യമോ ഒന്നും പറയാറില്ല. അമ്മ അതനുസരിച്ച് എനിക്കെല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവ് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ അമ്മ മാതാവിൻ്റെ കാൽക്കൽ ഏൽപ്പിച്ചു. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും കൊച്ചുമക്കൾ വരെ പള്ളിയിൽ വരണം, അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം. എപ്പോഴും അവരെല്ലാവരും ഇതാണ് പറയുന്നത്. ഇവിടുത്തെ തെള്ള് കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെയും കൊണ്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ട്. ഇന്ന് ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അധികം ആളില്ല. ഇനി എല്ലാവരെയും എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ അനുഗ്രഹം മേടിക്കും. ഇന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള അനുഗ്രഹവും കിട്ടി. ഞാൻ പിന്നെ എന്നും യൂട്യൂബിനകത്ത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ മൊത്തം കേൾക്കും. ജപമാല എന്ന 1-2 പ്രാവശ്യം ഞാൻ ചൊല്ലി സമയം കിട്ടുമ്പോഴെല്ലാം. അതുപോലെ തന്നെ ബൈബിള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം മുതലേ ബൈബിള് വായിക്കും. പിന്നെ എന്തെങ്കിലും ഒന്ന് തോന്നുകയാണെങ്കിൽ അത് കെട്ടി ഞാൻ നൂല് വെച്ച് ഞാൻ അവിടെ വായിച്ച് കൊച്ചുമക്കൾക്ക് വേണ്ടിയായാലും വലിയവർക്ക് വേണ്ടിയായാലും എല്ലാം പ്രാർത്ഥിക്കും. അതുപോലെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് പറഞ്ഞ് അറിയിക്കാനൊക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ഞങ്ങൾക്ക് അമ്മ മാതാവ് തരും. അതുപോലെ ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കുടുംബത്തോടെ, എൻ്റെ ഭർത്താവാണേലും ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പം പള്ളിയിൽ വരണം എന്ന് എപ്പോഴും എന്നോട് പറയും. എല്ലാവരും ഭയങ്കര അനുഗ്രഹമായി ഈ മാതാവിനെ എന്ന് വിശ്വസിച്ചോ അന്ന് മുതലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം. നേരത്തെ എൻ്റെ മാതാവിനെ അറിയാൻ വയ്യാതെ പോയതിലാണ് ഇപ്പോൾ എനിക്ക് എന്നും മനപ്രയാസം. എന്നാലും എൻ്റെ മാതാവിനെ ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും. ഇനി എൻ്റെ മരണം വരെ എനിക്ക് പണ്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനൊരു കാര്യമേ ഇല്ല. എപ്പോഴും എനിക്ക് ഒരു ടെൻഷനാവട്ടെ, ഒരു മനപ്രയാസങ്ങളാവട്ടെ, ഒന്നും എനിക്ക് ദൈവം അറിഞ്ഞ് മാതാവ് അറിഞ്ഞ് എല്ലാം മാറ്റി എനിക്ക് തരുന്നുണ്ട്. എല്ലാം ഇന്ന് ജോസഫച്ചനെ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അതും എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. ജോസഫച്ചൻ്റെ ഈ സാക്ഷ്യങ്ങളും അല്ലാത്ത ഈ ജോസഫച്ചൻ പറയുന്ന ഉടമ്പടി ധ്യാനങ്ങളെല്ലാം ഞാൻ എങ്ങനായാലും തൂക്കാൻ പോയാൽ പോലും ഒരു കയ്യിൽ എൻ്റെ മൊബൈലിരുന്ന് ഓണാക്കി ഞാൻ അത് കേട്ടുകൊണ്ടേ ഞാൻ എല്ലാ പണികളും ചെയ്യുന്നത്. അതിന് എല്ലാവരും പറയും ഇതിനകത്ത് നെറ്റ് പോലും കാണത്തില്ല. ഈ സർവ്വസമയം എനിക്ക് ഇതേ ഉള്ളൂ ജോലി. അമ്മ മാതാവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. എനിക്ക് 1000 നന്ദി അമ്മ മാതാവിനോടും യേശുവിനോടും എല്ലാം. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതുപോലെ എനിക്ക് അനുഗ്രഹങ്ങളാണ് ചെറുതും വലുതുമായിട്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പത്രം കിട്ടുന്നത് ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴോ അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പത്തനംതിട്ട പോകുമ്പം പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരോടും
വരുന്ന പണിക്കാരോടും എല്ലാം ഞാൻ പറയും ഇതുപോലെ പള്ളിയിൽ പോകണം, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവ് തന്നു, എല്ലാം വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. ബസ്സിൽ കയറിയാലും അടുത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കും നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അവർ പറയും, ചിലർ പറയും പോയിട്ടുണ്ട്, അല്ലേ പോയിട്ടില്ലെന്ന് പറയും. പഠിക്കുന്ന മക്കളെ കണ്ടാലും ഞാൻ പറയും മക്കളെ നിങ്ങൾ ഇന്നടുത്ത് പോയാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, നിങ്ങൾ നല്ല സ്വഭാവത്തിൽ വളർന്നു വരും എന്നെല്ലാം പറഞ്ഞ് എപ്പോഴും ആരെ കണ്ടാലും കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അനാഥാലയത്തിന് മിക്കവാറും അവർ മാസം തോറും വരുന്നവരാണ്, ഓമല്ലൂന്നും കോന്നിന്നൊക്കെ. അവർ വരുന്നത് കൊണ്ട് ഞങ്ങൾ തുണികൾ എല്ലാം ഇഷ്ടം പോലെ എല്ലാവരുടെ തുണികളാണേലും എല്ലാം കൊടുക്കും. പിന്നെ അവർക്ക് പൈസ കൊടുത്തു വിടും. പിന്നെ വീട്ടിൽ എല്ലാവരും ആവശ്യങ്ങൾ പറഞ്ഞു വരുന്നവർക്കെല്ലാം ഞങ്ങളാൽ ഒക്കുന്ന സഹായങ്ങൾ എന്താ വേണേലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ആഹാരം അന്നദാനം ഞങ്ങൾ കൊടുക്കും. പിന്നെ എല്ലാം എന്തൊക്കെ വേണേലും അവർ പറയുന്ന എന്തുവാണോ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്നും ഞങ്ങൾക്കുണ്ടാവും. പത്രങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും യേശുവിനും ആയിരം നന്ദി ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3. ഉടമ്പടിയിലൂടെ നാം നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഒരിക്കലും നാം ഒറ്റയ്ക്കല്ല. എവിടെയായാലും ഏത് പ്രതിസന്ധികളിലായാലും ജയിലിലായാലും കേസിലായാലും നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈശോയുടെ സംരക്ഷണത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഉടമ്പടി. കർത്താവാണ് നമ്മുടെ രക്ഷാകവചം, നമ്മുടെ മഹത്വം. പ്രതിസന്ധികളിൽ തകരാതെ പ്രത്യാശയോടെ ശിരസ്സുയർത്തി നിൽക്കുവാൻ സഹായിക്കുന്നത് ഈശോയും അമ്മയുമാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ലീലാമണി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ മകൻ സൗദിയിൽ ഷെഫായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർമിയുടെ വണ്ടി വരികയും കൗതുകത്തോടെ ഒരു ഫോട്ടോ എടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് 8 ദിവസത്തോളം കേസിലകപ്പെട്ടിരുന്നു. മകനെ കാണാൻ പോലും സാധിക്കാതെ സങ്കടത്തോടെ വേദനയോടെ കടന്നുപോയ ദിവസങ്ങളാണ് ഈ സഹോദരിയുടേത്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കവചം, എൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറയുകയാണിന്ന്. കാരണം ഈ മകൻ്റെ കാര്യം അറിഞ്ഞപ്പോഴേ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് അമ്മ മാതാവ് ഉത്തരം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മകൻ അഭിലാഷമായിട്ട് ഇന്ന് ഈ അമ്മ വന്നിരിക്കുന്നത്. 8 ദിവസം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെയാണ് ഈ അമ്മയുടെ മാതാവിൻ്റെ അടുത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. ആ മകൻ പറഞ്ഞതുപോലെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വന്തം അമ്മ വിളിച്ചപ്പോഴും അമ്മ മകനോട് പറഞ്ഞത് അമ്മ നിന്നെ രക്ഷിക്കുമെന്നാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ മകനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മ നിന്നെ രക്ഷിക്കുമെന്ന് സ്വന്തം അമ്മ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് ആ കൃപാസനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് മകനോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. നമുക്ക് രക്ഷയില്ലാത്തപ്പോൾ നമുക്ക് ഒരു ആശ്രയമായിട്ട് നമുക്കൊരു അമ്മ ഇവിടെ ഉണ്ട് എന്ന് ഈ അമ്മയ്ക്ക് മകനോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അമ്മ നിന്നെ രക്ഷിക്കുമെന്ന ആ വാക്ക്. പിന്നീട് ഈ മകൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി എടുത്ത അമ്മയാണ്. അവിടെ നിന്ന് റിലീസായ അന്നേരെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞു. പിന്നീട് ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് നന്ദി പറയുമ്പോഴും ഈ മകൻ പറയുന്നത് മാതാവിനെ ആശ്രിതനായി ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമെന്നാണ്. ഈ സഹോദരിയുടെ പ്രാർത്ഥനയിലും മാതാവെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വിളി കേട്ട യാചന കേട്ട അമ്മയാണ് കൃപാസനം അമ്മ.
അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഈ മകനെ ആ കേസിൽ നിന്ന് റിലീസാക്കിയത്. അത് അത്ര വലിയ എളുപ്പമല്ല. വിദേശ രാജ്യമാണ്, ഭാഷ അറിയില്ല, ആരെ അറിയുന്നവരാരുമില്ല. അമ്മ മാത്രം കൊണ്ട് നിന്നെ രക്ഷിക്കുമെന്ന് സ്വന്തം അമ്മ പറഞ്ഞപ്പോൾ മകൻ വിശ്വസിക്കുകയും മാതാവെ സംരക്ഷിക്കണേ എന്ന് ഈ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെയാണ് അവിടെ ചെന്നത്. ഈ അമ്മയുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം മെഴുകുതിരിയിൽ കാണുവാൻ സാധിക്കുകയും സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞുമായി വന്ന് അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ സാന്നിധ്യം. പിന്നീട് ഈ സഹോദരിയുടെ കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം 10 വർഷത്തോളം ഉണ്ടായിരുന്ന തേയ്മാനമാണ്. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ നമുക്കറിയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞപ്പോഴും നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. നമ്മുടെ ഓരോ കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കണ്ണീരും വേദനകളും ആ നെഞ്ചുരുകുന്ന പ്രാർത്ഥനയുമെല്ലാം കാണുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ കുടുംബത്തിൽ വളരെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയാണ് ആ അമ്മ. നമ്മുടെ സങ്കടങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്ന ഒരമ്മ. ഈ അമ്മയുടെ തന്നെയാണ് 10 വർഷം നടക്കാത്ത കാര്യമാണ് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാലിൻ്റെ തേയ്മാനം 10 വർഷമുണ്ടായിരുന്ന തേയ്മാനം ഡോക്ടേഴ്സ് പറഞ്ഞത് 4ാം സ്റ്റേജിലാണ്, ഇനി ഓപ്പറേഷനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഈ സഹോദരി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. ആ പൂർണ്ണമായി രോഗസൗഖ്യം നൽകിയ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് ഈ സഹോദരി ലീലാമണിയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളെയും എല്ലാം പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും ചെയ്യുകയാണ്. ഈ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, നേരത്തെ അറിയാതെ പോയല്ലോ എന്ന്. നമ്മൾ പലരും അറിഞ്ഞതാണ് പരിശുദ്ധ അമ്മയെ ഈശോയെ പറ്റി. പക്ഷേ ഈ സഹോദരി പറയുന്നത് വൈകിപ്പോയല്ലോ എന്നാണ്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്നേഹം അടുത്തറിയുമ്പോൾ ആ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ഒരാഗ്രഹമാണ് നമുക്കെപ്പോഴും ഉള്ളത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സങ്കീർത്തനം 28:2 പറയുന്നത് പോലെ അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈനീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്നാണ്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യമുള്ള ആ ശ്രീകോവിലേക്ക് കൈനീട്ടി സഹായത്തിനായി നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ യാചനയുടെ സ്വരം ശ്രവിക്കുന്ന ആ ദൈവം നമ്മളെ സ്വരം ശ്രവിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലീലാമണിക്കും കുടുംബത്തിൽ ലഭിച്ച, പ്രത്യേകിച്ചും അഭിലാഷിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.